തന്ത്രങ്ങളിലേക്കൊന്ന് നോക്കാം. പ്രശ്നപരിഹാര പ്രക്രിയയിലെ ചില പഠനതന്ത്രങ്ങളുടെ സാധ്യത നോക്കാം. അതിലൊന്നാമതാണ് ശ്രമപരാജയ രീതി അഥവാ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. പ്രശ്നപരിഹാരത്തിന് ആദ്യം സ്വീകരിച്ച മെത്തേഡ് അനുയോജ്യമല്ലെന്ന് കണ്ടാൽ മറ്റൊരു രീതി സ്വീകരിക്കും. അത് അനുയോജ്യമല്ലെന്ന് കണ്ടാൽ വേറൊരു രീതി സ്വീകരിക്കും. ഇങ്ങനെ പല രീതി സ്വീകരിച്ച് നോക്കിയതിന് ശേഷം ശരിയായ രീതിയിൽ എത്തിച്ചേരുന്ന പ്രക്രിയയാണ് ശ്രമപരാജയ രീതി എന്ന് പറയുന്നത്. പ്രശ്നപരിഹാരം അതേപോലെ നമ്മളിപ്പോൾ ചോയ്സ് ഉണ്ട്. നമ്മൾ മാത്സൊക്കെ ചെയ്യാൻ നേരത്ത് ചിലർക്ക് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണത്. മറ്റൊന്നുമല്ല, 4 ചോയ്സ് ഉണ്ടാകും. നമ്മൾ കുറേ പാടുപെട്ട് ചെയ്തു വരണതിലും നല്ലത് നമ്മൾ ചോയ്സ് ചെയ്യുന്ന വില ഇട്ട് കൊടുത്ത് നോക്കും. എന്നിട്ട് ഒന്നാമത്തെ വില കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് വീണ്ടും വില ഇട്ട് നോക്കും. അങ്ങനെ ഓപ്ഷൻ ബിയും കറക്റ്റ് അല്ലെങ്കിൽ ഓപ്ഷൻ സി നോക്കും. ഓപ്ഷൻ സിയും കറക്റ്റ് അല്ലെങ്കിൽ ഓപ്ഷൻ ഡി നോക്കും. ഇങ്ങനെ മാറി മാറി അവലംബിക്കുന്ന ഒരു രീതിയെയാണ് നമ്മൾ ശ്രമപരാജയ രീതി എന്ന് പറയുന്നത്. എന്നിട്ട് ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസർ നമ്മൾ എടുക്കും. ഇതിനെയാണ് നമ്മൾ ശ്രമപരാജയ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ചോയ്സൊക്കെ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നതൊക്കെ ശ്രമപരാജയ രീതിക്ക് ഉദാഹരണമാണ്. പക്ഷെ നമുക്ക് ഈ 4 ചോയ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്കിത് PSC പരീക്ഷയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു രീതി. നേരെ മറിച്ച് ധാരാളം ചോയ്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മാർഗ്ഗങ്ങൾ അവലംബിച്ച് വിജയിക്കുന്നത് സ്വീകരിക്കുക എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനം. കുറച്ച് പ്രശ്നപരിഹാര സാധ്യത ഉള്ളിടത്താണ് ഈ രീതി ഉപയോഗിക്കുന്നത്. അനേകം പ്രശ്നപരിഹാര സാധ്യതയുള്ളിടത്ത് ഇത് പ്രയോജനപ്പെടണമെന്നില്ല. അപ്പോൾ ഇതാണ് ശ്രമപരാജയ രീതി അഥവാ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അടുത്ത നോക്കുക, രണ്ടാമത്തെ നോക്കിയ അന്തർദൃഷ്ടി പഠനം അഥവാ ഉൾക്കാഴ്ച പഠനം. ഉൾക്കാഴ്ച വെച്ച് ചില പ്രോബ്ലം നമ്മൾ മനസ്സിൽ തന്നെ ചെയ്തെടുക്കും. അതിനെയാണ് അന്തർദൃഷ്ടി പഠനം അതായത് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം അൽഗോരിതം നമുക്കറിയാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രശ്നപരിഹാര രീതി ഇങ്ങനെ കയറി വന്ന് അവസാന ആൻസറിലേക്ക് എത്തുന്നതാണ് അൽഗോരിതം. അൽഗോരിതം എന്ന് നോക്കിയുള്ളത് പ്രശ്നപരിഹരണത്തിന് അവലംബിക്കുന്ന കൃത്യതപ്പെടുത്തിയ ഘട്ടങ്ങളെയാണ് അൽഗോരിതം എന്ന് വിളിക്കുന്നത്. കയ്യിലുള്ള വിവരങ്ങൾ വസ്തുക്കൾ ഉപയോഗിച്ച് ഘട്ടഘട്ടമായി മുന്നേറി പ്രശ്നം പരിഹരിക്കുന്ന രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. ഗണിതക്രിയയിൽ നിശ്ചിത കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അടുത്ത കാര്യം ചെയ്യണം എന്ന രീതിയിലാണ് ശൃംഖലനം ചെയ്തു പോകുന്നു. എന്നാൽ കൃത്യമായ ഘട്ടങ്ങൾ അവലംബിക്കാറുണ്ട്. ഈ ക്രിയാമാർഗത്തെ അൽഗോരിതം എന്ന് പറയാം. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ അൽഗോരിതത്തിന് നല്ല ഉദാഹരണമാണ്. അപ്പോൾ ഘട്ടം ഘട്ടമായി മുന്നേറിപ്പോകുന്ന ഒരു പ്രശ്നപരിഹാര രീതിയാണ് അൽഗോരിതം. പിന്നെ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാൻ, അടുത്ത 4-ാമത്തത് ഹ്യൂറിസ്റ്റിക്സ് തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള ചില സന്ദർഭങ്ങൾ. നമ്മൾ ഈ ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലേക്ക് വന്ന പരിസരത്തിൻ്റെ സമഗ്രതയിൽ നിന്ന് ഉളവാക്കുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിൻ്റെ നിദാനമെന്ന് കരുതപ്പെടുന്ന സമീപനമാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. അപ്പോൾ ഈ പരിസരത്തിൻ്റെ സമഗ്രത ഇമ്പോർട്ടൻ്റ് വാക്കാണ്, ഓർത്ത് വെച്ചോളുക. വില്യം വുഡിൻ്റെ പഠനവാദത്തെയും അന്തർനിരീക്ഷണ സമീപനങ്ങളെയും പാവ്ലോവ്, വാട്സൺ തുടങ്ങിയവരുടെ വ്യവഹാരവാദത്തെയുമുള്ള വിമർശനം എന്ന നിലയിലാണ് ജർമ്മനിയിൽ രൂപം കൊണ്ട അമേരിക്കയിൽ വളർന്ന പ്രസ്ഥാനമാണ് ഗസ്റ്റാൾട്ട് വാദികളാണ് മാക്സ് വെർത്തിമർ. പിന്നെ അവരോടൊപ്പം തന്നെ മറ്റുള്ളവർ ചേരുകയാണ്. കോഹ്ലറും കട്ട്കോഫ്കയൊക്കെ ചേരുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഒരു പിതാവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രചാരകൻ എന്നൊക്കെ പറയുന്ന വെർത്തിമറാണ്. ഗസ്റ്റാൾട്ട് എന്ന പദത്തിനർത്ഥം രൂപഘടന എന്നുള്ളതാണ്. പൂർണ്ണതയ്ക്ക് അതിൻ്റെ അംശങ്ങളെ അപേക്ഷിച്ച്, അപ്പോൾ പൂർണ്ണതയാണ് ഇവിടുത്തെ മെയിൻ. പൂർണ്ണതയ്ക്ക് അതിൻ്റെ അംശങ്ങളെ അപേക്ഷിച്ച് സവിശേഷത രൂപഗണത്തെ ഗസ്റ്റാൾട്ട് എന്ന് വിളിക്കുന്നു. പഠനത്തിൻ്റെ SR ബന്ധത്തെയും ശ്രമപരാജയത്തെയും ഇവർ തള്ളിക്കളയുന്നു. അംശങ്ങളുടെ ആകെത്തുകകൾ മെച്ചപ്പെട്ടതാണ് സമഗ്രത സമഗ്രതയിലാണ് യഥാർത്ഥ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നു. പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മനോവിജ്ഞാന ശാഖയാണിത്. ഒരു പ്രതിഭാസത്തിൻ്റെ സമഗ്ര അനുഭവമാണ് പ്രത്യക്ഷണത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഇവർ വാദിക്കുന്നു. സമഗ്രതയാണ്, ഓർത്ത് വെച്ചോളുക. ഓരോ വ്യക്തിയുടെയും ദൃശ്യപ്രപഞ്ചം വ്യത്യസ്തമായിരിക്കുന്നു. വ്യക്തിഗത അനുഭവമാണ് പഠനത്തിൻ്റെ അടിത്തറ നിർണ്ണയിക്കുന്നത്. കോഹ്ലറുടെ സുൽത്താൻ ചിമ്പാൻസി പരീക്ഷണവും മാക്സ് വെർത്തിമറിൻ്റെ മനുഷ്യക്കുട്ടികളിൽ നടത്തിയ പരീക്ഷണവും അതുപോലുള്ള മനുഷ്യക്കുട്ടികൾ നടത്തിയ ഗണിത പ്രശ്നമാണ്. ഇതൊക്കെ കോഴിക്കുഞ്ഞുകളിലും കുതിരകളിലും നടത്തിയ പരീക്ഷണമൊക്കെ ഇതുമായിട്ട് ഗസ്റ്റാൾട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗസ്റ്റാൾട്ട് വാദികൾ നടത്തിയ പരിപാടികളാണ്. അതിൽ ആ സുൽത്താൻ ചിമ്പാൻസി, അപ്പോൾ ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസരത്തിൻ്റെ സമഗ്രതയിൽ നിന്നുള്ള വാക്കുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് നിദാനം. അത് ഈ സുൽത്താൻ ചിമ്പാൻസിയുടെ പരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുൽത്താൻ ചിമ്പാൻസിനെ പിടിച്ച് ഇതുങ്ങളെല്ലാം കൂടി ഒരു കൂട്ടിൽ അതിന് പുറത്തൊരു കുറച്ച് പഴം വെച്ചിട്ടുണ്ടാകും. ഈ വിശന്ന് പറഞ്ഞ ചിമ്പാൻസി പഴം എടുക്കാൻ വേണ്ടി നോക്കും. ഇവരൊരു വടി വെച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ ചിമ്പാൻസി മൊത്തം നോക്കണം, ആ പരിസരം മൊത്തം നന്നായിട്ട് സമഗ്രമായിട്ട് വീക്ഷിക്കുകയാണ് ചെയ്യണത്. അതിൽ നിന്ന് പുള്ളി എന്ത് ചെയ്യും, ആ ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കുകയാണ്. ആ സമഗ്രതയിൽ വീക്ഷിച്ചതിന് ശേഷം പുള്ളി ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതിനുവേണ്ടി പുള്ളി നോക്കുമ്പോൾ വടി കിടക്കണം. അപ്പോൾ ആ വടി എടുത്തിട്ട് തോണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയാണ്. എങ്ങനെ ഐഡിയ കിട്ടി?
ഈ പരിസരം മൊത്തം സമഗ്രമായി വീഴ്ചയിൽ നിന്ന് കിട്ടി. അതാണ് ഒരു പരീക്ഷണം. പിന്നെ ഒരു കുട്ടികളുടെ ഗണിത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി കുട്ടിക്ക് കൊടുക്കും. കുട്ടിക്കാകെ സമചതുരത്തിൻ്റെ അല്ലെ ചതുരത്തിൻ്റെ ഏരിയയും പിന്നെ ത്രികോണത്തിൻ്റെ ഏരിയ അറിയാവുള്ളൂ. കുട്ടി ആ ചിത്രം ഇരുന്ന് സമഗ്രമായി വീക്ഷിച്ച് അതിന് ശേഷം ഇതിനെ 2 പൈസാക്കി നമ്മുടെ ചതുരവും ത്രികോണവും ഒക്കെ ആക്കി മാറ്റി 2 ത്രികോണങ്ങളും ഒരു ചതുരമാക്കി നമുക്കിതിനെ മാറ്റാം, പാരലോഗ്രാം. അങ്ങനെ മാറ്റിയതിന് ശേഷം കുട്ടി ചതുരത്തിൻ്റെയും ത്രികോണത്തിൻ്റെയും വിസ്തീർണം കണ്ടുപിടിച്ച് ആകെ തുക കൂട്ടിയെടുത്ത് ആൻസറിലേക്ക് എത്തും. അപ്പോൾ ഇതിന് പരിസരത്തിൻ്റെ സമഗ്രതയിൽ നിന്നുമാണ് ഇവരെല്ലാം ആൻസറിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രശ്നം പരിഹരിക്കുന്നത്. അപ്പോൾ ഈ സമഗ്രത എന്ന വാക്കും പൂർണ്ണത, പെർസെപ്ഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെച്ചോളുക. അത് നമുക്ക് പരീക്ഷയ്ക്ക് പ്രയോജനം ചെയ്യും. അതിനുശേഷം ഇവരുടെ പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ പോലും ഇനി ഈ വരുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നാണ് സാമ്യതാ നിയമം. സാമ്യത നിയമം അഥവാ ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയും. അംശങ്ങളെ സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായി പ്രത്യക്ഷണം ചെയ്യുന്നു. അതായത് സദൃശ്യമായവയെ ഒരു ഗ്രൂപ്പായി കാണുന്നു. ഇതാണ് ഈ പറയുന്ന സദൃശ്യ നിയമം അഥവാ സാമ്യതാ നിയമം എന്ന് പറയുന്നത്. അതായത് സദൃശ്യമായവയെ ഒരു ഗ്രൂപ്പായി കാണുവാനുള്ള മനസ്സിൻ്റെ ഒരു പ്രവണതയാണ് സദൃശ്യ നിയമം അഥവാ സാമ്യതാ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയ ഒരു ത്രികോണം 2 ത്രികോണങ്ങളായി കാണുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നോക്കി അങ്ങനെ ആക്കി വെക്കണം. വേണ്ട, മറ്റൊരു ത്രികോണം ഇവിടെ സദൃശ്യമായിട്ട് തോന്നി. ഇത് കണ്ട, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മളിത് ഈ ഒരു റോ പ്രത്യേകം നോക്കും, ഈ റോ പ്രത്യേകം നോക്കും. അപ്പോൾ സദൃശ്യമായവയെ നമ്മൾ ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് സദൃശ്യമായ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം കുറേ പെൺകുട്ടികൾ വരുന്നു. ആ കൂട്ടത്തിൽ ഒരു 5 പേര് ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടുണ്ട്, നല്ല വേഷമൊക്കെ ധരിച്ച് നല്ല വൃത്തിക്ക് വരുന്നു. നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അവരെല്ലാം ഒരുപോലെ ആണെന്നൊക്കെ നമുക്ക് തോന്നി, ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അവയാണ് നമ്മൾ ആ ഒരു നിയമം ഒരുപോലെ ആണെന്ന് തോന്നുന്നതിനെയാണ് നമ്മൾ സദൃശ്യ നിയമം എന്ന് പറയുന്നത്. അടുത്ത 2ാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ സാമീപ്യ നിയമമാണ്. സാമീപ്യ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയും. സമീപസ്ഥമായ ഒരു കൂട്ടമായി കാണുന്നതാണ് കണ്ടത്. ഇതിൽ മൊത്തം 6 എണ്ണമാണ് ഇവിടെ ഉള്ളത്. ഇതിൽ മൊത്തം 6 എണ്ണം ഉണ്ട്. പക്ഷെ നമുക്ക് ഈ 2 ജോഡി വെച്ചിട്ടല്ലേ നമുക്ക് തോന്നത്തുള്ളത്. ഇവിടെയും ഇതൊക്കെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് സാമീപ്യ നിയമം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണുന്നതിനെയാണ് നമ്മൾ സാമീപ്യ നിയമം എന്ന് പറയുന്നത്. നമുക്ക് ഉദാഹരണത്തിന് നമ്മളിവിടെ PSC ക്ലാസ്സിൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ പുറത്ത് കുറേ കുട്ടികൾ പുറത്ത് നിങ്ങളൊക്കെ ഇങ്ങനെ വഴിയെ പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ പോകാൻ നേരത്ത് നിങ്ങൾ ഈ PSCയുടെ അടുത്ത് നിൽക്കുന്ന കാണുമ്പോൾ അവർ വിചാരിക്കും നിങ്ങൾ PSCക്ക് വന്ന് കാണുന്നു, നിങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ അവർക്ക് തോന്നും. ഇതിനെയാണ് നമ്മൾ ഈ പറയുന്ന സാമീപ്യ നിയമത്തിന് ഏറ്റവും കൂടുതൽ, അതായത് സാമീപ്യമായ വസ്തുവിൻ്റെ ഇതുകൊണ്ട് നമുക്ക് എന്തായി തോന്നും, ഒരു കൂട്ടമായി തോന്നുന്നതിനെയാണ് സാമീപ്യ നിയമം. നിങ്ങളൊരു ഉദാഹരണത്തിന് ബിവറേജ് കോർപ്പറേഷൻ്റെ പറ്റപ്പോയി നിന്നേ, അപ്പോൾ അവിടെ നിൽക്കുന്ന വഴിയെ പോകുന്ന അമ്മച്ചി നമ്മളോട് പറയണത് തന്നെയായിരിക്കും. അവിടെ വഴിയെ പോകുന്ന അമ്മച്ചി കണ്ടിട്ട് നാട്ടിൽ മൊത്തം പറഞ്ഞു നടക്കണം അവൻ അവിടെ ബിവറേജിൻ്റെ വാദിക്കാൻ നിൽപ്പുണ്ട്, അവൻ ബിവറേജിൽ പോയതാണ്. അതായത് നമ്മൾ വാദിക്കാൻ നിന്നിട്ടുള്ളൂ. പക്ഷേ ആ സാമീപ്യം കൊണ്ട്, ബിവറേജിൻ്റെ സാമീപ്യം കൊണ്ട് നമ്മളെയും കൂട്ടത്തിൽ പെടുത്തി, ആ കള്ളുകുടിയൻ എന്ന വിഭാഗത്തിൽ പെടുത്തി. അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുത്തനെന്നുള്ള നിലയിൽ നമ്മളെയും പെടുത്തി. അപ്പോൾ അവരൊക്കെ വളരെ ബഹുമാനത്തോടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ കാണും. ഇത് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നവരാണ്. പിന്നെ സമ്പൂർണ്ണ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ പരിപൂർത്തി നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട, ഇത് പൂർണ്ണതയില്ല ഈ ചിത്രത്തിന്. പക്ഷെ നമുക്ക് കാണുന്നത് എന്തായിട്ടാണ്, വൃത്തമായിട്ടാണ് കാണുന്നത്. ബാക്കി നമ്മൾ അസ്യൂം ചെയ്ത് അവിടെ വരേണ്ടതായിട്ട്. അതിനെയാണ് നമ്മൾ സമ്പൂർണ്ണ നിയമം അഥവാ പരിപൂർത്തി നിയമം എന്ന് പറയുന്നത്. കണ്ട, ഇവിടെ ഇപ്പുറത്തെ ചിത്രത്തിൽ ത്രികോണം ഇല്ല, പക്ഷേ ചതുരം ഇല്ല. പക്ഷെ നമ്മളിവിടെ ചതുരം ബാക്കി ഫില്ല് ചെയ്ത് എടുത്തിട്ട് നമ്മൾ എന്തായിട്ട് ചതുരമായിട്ട് കാണിയാൻ. അപ്പോൾ ഇതിന് നമ്മളെന്ത് പറയും, പരിപൂർത്തി നിയമം എന്ന് പറയും. നമ്മളിങ്ങനെ ഒരു മതിലിൻ്റെ അപ്പുറത്ത് കൂടി പോകാൻ നേരത്ത് മതിലിൻ്റെ അപ്പുറത്തൊരു മസ്തിഷ്കവും ഒരു തുമ്പിക്കൈയും കണ്ട് വരച്ചിട്ട് ശരിയായില്ല. അപ്പോൾ നമ്മൾ ആ തുമ്പിക്കൈയും മസ്തിഷ്കവും വെച്ചിട്ട് നമ്മൾ ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും അത് ആനയാണെന്ന് പറയും. കാര്യം ബാക്കി നമ്മൾ പൂർത്തീകരിച്ച്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്താ പറയുന്നത് സമ്പൂർണ്ണ നിയമം എന്ന് പറയുന്നത്. പിന്നെ തുടർച്ചാ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിത്രം കണ്ട A എന്ന് പറയുന്ന ചിത്രം, ആ A എന്ന് പറയുന്ന ചിത്രം ഇങ്ങനെ കാണാനേക്കാൾ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ കാണാനാണ്. അത് ആ തുടർച്ച നമ്മൾ മനസ്സ് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഇത് കണ്ട, ഇതിപ്പം അടുത്ത ചിത്രം നോക്കി, ഇത് നമ്മൾ പറയണതിന് മുമ്പ് ഇത് നമുക്കിപ്പോൾ ഇത് തോന്നുന്നത് എങ്ങനെ, ഇങ്ങനെ പോകുന്ന കുറേ വൃത്തമായിട്ടാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ, ഇത് ഓരോ വൃത്തമാണ്. അതിന് ശേഷം വ്യത്യസ്ത ആരമുള്ള വൃത്തങ്ങൾ ഇങ്ങനെ പുറത്തായിട്ട് വെച്ചിരിക്കുക. അല്ലാതെ
ഇങ്ങനെ 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 തുടർന്ന് പോകുന്ന സാധനമല്ല. പക്ഷെ നമ്മൾ ആദ്യം കണ്ടപ്പോൾ എന്താ തോന്നിയത്, ഇങ്ങനെ തുടർന്ന് പോകുന്നതായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ ഒരു തുടർച്ച നമ്മൾ ആഗ്രഹിക്കുന്നതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നോക്കി അത് ഒരു ആരുള്ള വൃത്തം അടുത്ത് വേറൊരു ആരുള്ള വൃത്തം ഇങ്ങനെ ചുറ്റും വെച്ചിരിക്കുകയല്ല, ഇത് ഒരു തുടർച്ചയൊന്നും അല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് നമ്മളിങ്ങനെ കാണുവാൻ, ഇങ്ങനെ ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ സ്പൈറൽ ആകൃതിയിൽ ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയും, തുടർച്ചാ നിയമം എന്ന് പറയും. ഇനി അടുത്ത ലാസ്റ്റ് കാര്യമാണ് രൂപപശ്ചാത്തല ബന്ധം എന്ന് പറയും. വസ്തുവിനെ അല്ലെങ്കിൽ അതിൻ്റെ ചിത്രത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വിവേചിച്ചറിയുന്നതിനെയാണ് നമ്മൾ രൂപപശ്ചാത്തല ബന്ധം എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം, ഇത് കണ്ട് ഇപ്പം നമ്മൾ ഈ കറുപ്പും ഇവിടെയുള്ള രണ്ട് കറുപ്പുകൾ കണ്ട, ഈ കറുപ്പും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മുഖം ഫേസ് നോക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അത് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി പിടിച്ചേ, ഈ വെള്ളയിലേക്ക് പിടിച്ചേ. വെള്ളയിൽ എന്ത് തോന്നുന്നു, നമുക്കിത് ഇവിടെ കണ്ട ഒരു ഫ്ലവർ വേസ് ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ നോക്കുന്നതനുസരിച്ചിട്ടാണ്, നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് വീക്ഷിക്കുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് തോന്നുന്നത്, ബന്ധം തോന്നുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും വാട്സാപ്പ് ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഒരുപാട് പിക്ചർ കിട്ടുന്നതാണ് ഇതൊക്കെ. അതിനെ എന്താ പറയും, നമ്മൾ രൂപപശ്ചാത്തല ബന്ധമെന്നാണ് ഈ പറയുന്നത്. പിന്നെ നമ്മൾ നോക്കി അന്തർദൃഷ്ടി പഠനത്തിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. സമഗ്ര വീക്ഷണം ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ് ഇപ്പോൾ ചിമ്പാൻസിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് സമഗ്രമായിട്ട് വീക്ഷിച്ചിട്ടാണ്. പൂർവ്വ അനുഭവങ്ങൾ വല്ലതും ഉണ്ടാകുന്ന നോക്കും നമ്മൾ. സമന്വയം, അംശങ്ങളും പൂർണ്ണവും തമ്മിലുള്ള ബന്ധസ്ഥാപനം, അതായത് നമുക്കുള്ള കാര്യങ്ങളെല്ലാം കൂടി പരസ്പരം ഒരു ബന്ധം ഉണ്ടാക്കി ഒരു ദൃശ്യക്ഷേത്രത്തിൽ പുനഃസംഘടന നടത്തി പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, പ്രശ്നം പരിഹരിക്കും. ഇതാണ് അന്തർദൃഷ്ടി പഠനത്തിൻ്റെ 5 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ. സമഗ്രമായി വീക്ഷണം മസ്റ്റാണ്. ഗസ്റ്റാൾട്ടിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ് സമഗ്രത, പൂർണ്ണത ഇതൊക്കെയാണ്. എന്ത് പഠിപ്പിക്കുന്നത്, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൽ വിദ്യാഭ്യാസ പ്രസക്തി നോക്കിയേ. എന്ത് പഠിപ്പിക്കുന്നുവെങ്കിലും അർത്ഥപൂർണ്ണമായി പഠിപ്പിക്കണം, അതായത് മൊത്തത്തിൽ പഠിപ്പിക്കണം. ഇപ്പം നമ്മൾ വന്നിട്ട് ഇവിടെ ഒരു പൂർണ്ണതയില്ലാതെ, ഇപ്പം ഞാൻ ഈ ഗസ്റ്റാൾട്ടിസം ഇത്രയും പറഞ്ഞിട്ട് ഇത് ഇവിടെ വെച്ച് പകുതി വെച്ച് നിർത്തിയിട്ട് അതിന് ബാക്കി പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണതയൊന്നും കിട്ടത്തില്ല. എന്ത് പഠിക്കുന്നുവെങ്കിലും അർത്ഥപൂർണ്ണമായി പഠിപ്പിക്കണം. അർത്ഥപൂർണ്ണത ലഭിക്കുവാൻ പ്രശ്നത്തെ സമഗ്രമായി തന്നെ അവതരിപ്പിക്കണം. പരസ്പര ബന്ധം കണ്ടറിയാനുള്ള അവസരം നിഷേധിക്കരുത്. മനുഷ്യന് പൂർണ്ണതയും അർത്ഥവും രൂപഘടനയും ദർശിക്കാനുള്ള ആന്തരിക അഭിപ്രേരണയുണ്ട്. ദർശനത്തിനുള്ള ഈ മാനസിക പ്രക്രിയയെ പ്രവണതയെ അവഗണിച്ചുകൊണ്ടുള്ള അധ്യാപനം ഫലപ്രദമല്ല. കവിതയും കഥയും ശാസ്ത്രീയ സിദ്ധാന്തവുമെല്ലാം സമഗ്രമായി അവതരിപ്പിക്കണം. അംശങ്ങളുടെ ആകെത്തുകയേക്കാൾ വലുതാണ് പൂർണ്ണരൂപം. ഉദാഹരണം, അപ്പോൾ അംശങ്ങളുടെ ആകെത്തുകയേക്കാൾ വലുതാണ് പൂർണ്ണരൂപം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അതേ സസ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണ്ഡം എടുത്തുകൊണ്ട് വന്നിട്ട് കാണ്ഡം പഠിപ്പിക്കുന്നു, ഇല പഠിപ്പിക്കുന്നു, പിന്നെ നമ്മൾ പൂവ് പഠിപ്പിക്കുന്നു, അങ്ങനെ ആ ചെടീനെ വേറെ വേറെ ഭാഗങ്ങൾ പഠിപ്പിക്കുന്നു. എന്നാൽ ഇതിനേക്കാൾ നല്ലത് എന്താണ്, ആ ചെടി മൊത്തം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാണ് ഇല, ഇതിങ്ങനെ ചെയ്യുന്നു, ഇത് കാണ്ഡം, ഇതിങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പൂർണ്ണരൂപം കിട്ടിയതിന് ശേഷമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതാണ് കുറച്ചുകൂടി നല്ലത്. ആശയഗ്രഹണത്തെ വളരെ സ്വാധീനിക്കുന്ന ഗസ്റ്റാൾട്ട് ഘടകങ്ങളാണ് പശ്ചാത്തലവും അതിൽ നിന്ന് ഉയർന്നു വരുന്ന രൂപവും. അടിവരയിടുമ്പോൾ പശ്ചാത്തലത്തിൽ നിന്ന് ഉയർത്തപ്പെടുകയാണ്. അധ്യാപകൻ കുട്ടിയിൽ ജിജ്ഞാസയും താല്പര്യവും അഭിപ്രേരണയും വളർത്തണം, അല്ലേ? അധ്യാപകൻ അങ്ങനെയുള്ളതായിരിക്കണം. അറിവ്, കുട്ടിക്ക് ഇങ്ങനെ അറിയാനുള്ള ആഗ്രഹം, താല്പര്യം, അഭിപ്രേരണ, മോട്ടിവേഷൻ എല്ലാം വരുത്തുന്ന ഒരാളായിരിക്കണം നമ്മൾ പറയുന്ന അധ്യാപകൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഉറക്കം തൂങ്ങിയിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഉറക്കം തൂങ്ങിയിരിക്കും, അവരും പഠിക്കത്തില്ല. പിന്നെ നമ്മൾ പറഞ്ഞ അടുത്ത പ്രശ്ന നിർദ്ധാരണ സമീപനം മുന്നോട്ട് വയ്ക്കുന്നത് നിരീക്ഷണശേഷിയും ചിന്താശേഷിയും പ്രയോഗിക്കാനുള്ള അവസരം പഠിതാക്കൾക്ക് നൽകണമെന്നാണ്. പഠിതാക്കളെ അറിവുകൾ കണ്ടെത്തുവാൻ സഹായിക്കുന്ന അന്വേഷകരുടെ സ്ഥാനത്തേക്ക് ഉയർത്തണം. അപഗ്രഥനം, പ്രശ്നനിർദ്ധാരണം തുടങ്ങിയ ഉയർന്ന ചിന്താ പ്രക്രിയകൾ പ്രയോജനപ്പെടുത്തി അറിവ് സ്വയം കണ്ടെത്തുവാൻ കഴിയണം. പ്രശ്നങ്ങൾ അർത്ഥപൂർണ്ണമായി അവതരിപ്പിക്കുന്ന വശം അവയുടെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയും അതിൽ എന്ത് ചെയ്യുകയും ചെയ്യും, ആനന്ദിക്കുകയും ചെയ്യും. പ്രീ പ്രൈമറി ക്ലാസ്സിൽ ഉദ്ഗ്രഥ സമീപനത്തോട് ഇനത്തിൽ ഗസ്റ്റാൾട്ട് സമീപനത്തിൻ്റെ സ്വാധീനം കാണാം. ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തെ എന്ത് പറയുന്നു, സമഗ്ര വീക്ഷണ സിദ്ധാന്തം എന്ന് പറയുന്നു. അവിടെ ചോദിക്കാൻ സാധ്യതകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. ശരിയായ ആശയരൂപീകരണം നടക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ അനുഭവം പഠിതാവിന് ലഭ്യമാക്കണം. പിന്നെ അത്രയൊക്കെയുള്ളു പ്രശ്നപരിഹാര ശേഷി. ഭാഷ, അടുത്തത് നമ്മുടെ ടോപ്പിക്ക് ഭാഷാ വികാസം എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് പറയാം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്യതാ നിയമം നമ്മൾ പറഞ്ഞു. അംശങ്ങളുടെ സമാനമായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ ആ സദൃശമായവയെ നമുക്ക് എന്തായിട്ട് തോന്നും, ഒരു ഗ്രൂപ്പായി തോന്നും. സദൃശമായവയെ ഒരു ഗ്രൂപ്പായി തോന്നും. അതാണ് സാമ്യതാ നിയമം അഥവാ സദൃശ്യ നിയമം. നമ്മൾ വേറെ ഇപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്
വേറെ ഒരു കോളേജിൽ നിന്ന് വേറെ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ട്യൂഷൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവരെ നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു സമീപനത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ സംഹിതാ നിയമം, അത് സാദൃശ്യ നിയമം എന്ന് പറയും. സാമീപ്യ നിയമം രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സാമീപ്യ നിയമമാണ്. സാമീപ്യ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, സമീപസ്ഥമായ ഒരു കൂട്ടമായി കാണുന്നതാണ്. അതിനൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ PSCയുടെ അടുത്ത് നിൽക്കുന്നവരെ സമീപത്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ PSC കൂട്ടമായിട്ട് നമ്മുടെ സൂപ്പർടെൻറ്റിലെ കുട്ടികളായിട്ട് എല്ലാവരും വിചാരിക്കും. യഥാർത്ഥത്തിൽ വെറുതെ ഒരു സമയം പോക്കിന് വന്നായിരിക്കും ചിലപ്പം. പക്ഷേ എന്നാൽ പോലും അവിടെ സാമീപ്യം കൊണ്ട് നമ്മളൊരു കൂട്ടമായിട്ട് കാണും. PSCയുടെ ഭാഗമായിട്ട് അവരെല്ലാം കാണും. അതാണ് ഈ സാമീപ്യ നിയമം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ആ പിക്ചർ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് സമ്പൂർണ്ണ നിയമം നമ്മൾ പറഞ്ഞ്. സമ്പൂർണ്ണ എന്ന് വെച്ചാൽ ആ പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ കാണുന്നതാണ്. പിന്നെ തുടർച്ചാ നിയമം നമ്മൾ പറഞ്ഞ്. വേറെ വൃത്തം കാണുന്നതിന് പകരം നമ്മൾ ഇത് ഒരു തുടർച്ചയുള്ള വരകളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെ സ്പൈറൽ ആകൃതിയിൽ ഇങ്ങനെ പോകുന്ന വരകളായിട്ട് നമുക്ക് തോന്നുന്നു. അത് തുടർച്ചാ നിയമം. രൂപപശ്ചാത്തല ബന്ധനം നമ്മൾ പറഞ്ഞ്. രണ്ട് തലത്തിൽ വീക്ഷിക്കുമ്പോൾ ഒരെണ്ണം നമുക്ക് മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നതായിട്ടും മറ്റേത് ഫ്ലവർ വൈസ് ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ട് രൂപപശ്ചാത്തല ബന്ധം കൊണ്ടാണ്. പിന്നെ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ കുറേ വര വീണിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളത് സ്ക്രീനിൽ വന്നപ്പോൾ അങ്ങനെ വന്നതാണ്. പിന്നെ ഗസ്റ്റാൾട്ട് എന്ത് പഠിപ്പിക്കുന്നത് അർത്ഥപൂർണ്ണമായി പഠിക്കണമെന്നുള്ളതാണ്. അഥവാ പരിസരത്തിൻ്റെ സമഗ്രതയിൽ നിന്നുളവാക്കുന്ന പ്രശ്നപരിഹാര തന്ത്രമാണ് ഈ ഗസ്റ്റാൾട്ടിസം എന്ന് പറയുന്നത്. പിന്നെ അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തിയറിയിലെ 5 പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗസ്റ്റാൾട്ടിസത്തിലെ 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാദൃശ്യ നിയമം, സാമീപ്യ നിയമം, സമ്പൂർണ്ണ നിയമം, തുടർച്ചാ നിയമം, രൂപപശ്ചാത്തല ബന്ധം. ഇത് പഠിക്കണത് ഉറപ്പായിട്ടും ഒരു മാർക്ക് ഉറപ്പായിട്ടും കിട്ടും.